ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നവംബർ 7 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലെ ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. മലയാളത്തിൽ നിന്ന് പ്രധാനമായും മമ്മൂട്ടി നായകനായി 1991 തിയേറ്ററിലെത്തി മുമ്പ് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത അമരം എന്ന സിനിമയുടെ 4K റീമാസ്റ്റർ പതിപ്പിന്റെ റീ റിലീസ് ഇന്നലെയായിരുന്നു. ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ KPSC ലളിത, മുരളി, അശോകൻ, മാധു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. 28 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ 2.5 കോടിയുമുള്ളായിരുന്നു അന്ന് കളക്ട് ചെയ്തിരുന്നത്. യാതൊരുവിധ ഹൈപ്പും പ്രൊമോഷനും കൂടാതെയാണ് ഇന്നലെ ഈ സിനിമ തിയേറ്ററിലെത്തിയത്. ഈ സിനിമ തിയേറ്ററിലെത്തിയ വിവരം പലരും അറിഞ്ഞിട്ട് കൂടിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആവണം കാര്യമായ കളക്ഷനും ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം ലഭിച്ചിട്ടില്ല. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം 1 ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ. സതീഷ് തൻവി സംവിധാനം ചെയ്ത ഇന്നസെന്റ് എന്ന മലയാള സിനിമ ഇന്നലെ നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മരയ്ക്കാർ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ഈ സിനിമയ്ക്ക് ബിലോ ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യ ദിവസം കേരള കളക്ഷനായി 26 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കളക്ഷന്റെ കാര്യത്തിൽ വളരെ മോശമല്ലാത്ത ഒരു തുടക്കം തന്നെ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. റോഷൻ മാത്യു നായകനായി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഇത്തിരി നേരം എന്ന സിനിമ ഇന്നലെ നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. വിശാഖശക്തി തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ ആനന്ദ് മന്മഥൻ, സെറിൻ ഷഹാബ്, ജിയോ ബേബി, നന്ദു എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാന താരങ്ങൾ. മിക്സഡ് അഭിപ്രായം മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ സിനിമ ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 6 ലക്ഷം രൂപയാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവം തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് DS ഈറെ. ഈ സിനിമ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ 9ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. സിനിമയ്ക്ക് രണ്ടാം വാരത്തിലും കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശത്തുമെല്ലാം തന്നെ ആദ്യ ആഴ്ച പോലെ തന്നെ മികച്ച തിയേറ്റർ കൗണ്ടും സ്ക്രീൻ കൗണ്ടും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 940 സ്ക്രീനുകളാണ് ഈ സിനിമയ്ക്ക് ലോകമെമ്പാടുമായി ഇപ്പോഴുള്ളത്. 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,75 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 26,15 ലക്ഷം രൂപയാണ് 8 ദിവസത്തെ കേരള കളക്ഷൻ. 59,50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 ദീപാവലി റിലീസായി തിയേറ്ററിൽ മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ചിത്രം 23ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 7 ലക്ഷം രൂപയായിരുന്നു. 11,52 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 23 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ എത്തി നിൽക്കുന്നത് 17,60 ലക്ഷം റേഞ്ചിലുമാണ്. നവാഗതനായ നൗഫൽ അബ്ദുള്ള എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ച് ഒക്ടോബർ 24 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ സിനിമ 15ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 2,70,000 രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 15 ദിവസം കൊണ്ട് 3,70 ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,55 ലക്ഷം റേഞ്ചിലുമാണ്. ഷെയ്ൻ നിഗം നായകനായി നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥ സംവിധാനം ചെയ്ത ബൾട്ടി എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്നലെ വെള്ളിയാഴ്ചയുടെ 43 ദിവസമാണ് പിന്നിട്ടത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1 ലക്ഷം രൂപയാണ്. അങ്ങനെ 43 ദിവസം കൊണ്ട് കേരളത്തിൽ 9,38 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13,30 ലക്ഷം റേഞ്ചിലുമാണ്. റീ റിലീസായി തിയേറ്ററിലെത്തിയ പ്രഭാസിന്റെ ബാഹുബലി ദി എപ്പിക്ക് 8ാം ദിവസവും രണ്ടാമത്തെ വെള്ളിയാഴ്ചയും കൂടിയായി ഇന്നലെ കേരളത്തിൽ 2,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 1,22 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ നവംബർ 7 വെള്ളിയാഴ്ച കേരളത്തിൽ ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമയാണ് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്. $105 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ ദിവസം ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് $4.8 മില്യൺ. അതേസമയം ആദ്യ ദിവസം കേരളത്തിൽ മികച്ച തുടക്കം ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 22,50,000 രൂപയാണ് ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത്. 2,25 ലക്ഷം രൂപയാണ് ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.